ഓ ചേട്ടാ എന്താ പേര്? എന്റെ പേര് ശ്യാം എന്നാണ്. ശ്യാം എന്നാണ്. ചേട്ടാ എവിടെയായിട്ടാ വർക്ക്ഷോപ്പ്? അടിമലത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ 10 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇട്ടിരിക്കുകയാണ്. നേരത്തെ 7 വർഷത്തോളം രാജപ്പാണ്ട വർക്ക്ഷോപ്പിൽ നിന്ന് 17 വർഷമായിട്ട് മെക്കാനിക്, OBM-ന്റെ മെക്കാനിക്കാണ്. ഇവിടെ ഇപ്പം ഏത് ഓയിലാട്ടാ ഇപ്പം മികച്ചു നിൽക്കുന്നത്? നിങ്ങൾക്ക് എഞ്ചിൻ അഴിക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാവുന്ന ഏത് ഓയിലാണ്? ഇവിടെ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഓയിൽ എന്ന് പറയുന്നത് യമഹ കമ്പനിയുടെ എമാലൂബ് ഓയിൽ തന്നെയാണ്. അതിനെ എല്ലാം വേണ്ടി ഒരു ഓയിൽ ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഈ OBM-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഓയിൽ ഇതുവരെ അതിനെ എല്ലാം വേണ്ടി തക്ക ഒരു ഓയിൽ ഇറങ്ങിയിട്ടില്ല ഇതുവരെ. നല്ല ഓയിൽ തന്നെയാണ് ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഓയിൽ എന്ന് പറഞ്ഞാൽ എമാലൂബിന്റെ ഓയിൽ തന്നെ. എഞ്ചിൻ അഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എന്താ ഇത്രയും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന കാരണം? വിശ്വസിച്ച് പറയാൻ കാരണം മറ്റുള്ള ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റുള്ള സകല ഓയിൽ വീത്തിയിട്ടും എമാലൂബിന്റെ ഓയിൽ വീത്തുമ്പോൾ നമുക്ക് പൊളിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് അതിന്റെ എക്സോ സൈഡ്, അതിന്റെ എഞ്ചിൻ സൈഡ് നമ്മൾ പൊളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പണി വരെ സുഖമാണ്. കാരണം ക്ലീനിങ് ഒക്കെ കുറവാണ്. പിന്നെ ഈ സാധാരണ മറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്ന കുറഞ്ഞ ഓയിൽ വീത്തുന്നതിനേക്കാളും കൂടുതൽ ഈട് നിൽക്കുന്ന എഞ്ചിൻ പണി വരാതെ ഓടുന്നത് എമാലൂബിന്റെ ഓയിൽ വീട്ടുള്ളത് തന്നെ. മാക്സിമം എത്ര വർഷമായിട്ട് ഓടാൻ ചാൻസ്? ഇപ്പോ ഇവരുടെ ഓട്ടം പോലെയാണ് സാധാരണ ഇവരുടെ പണിക്ക് പോകുന്നതിന്റെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. എങ്കിലും മറ്റുള്ള ഓയിൽ വീട്ടുന്നതിനേക്കാളും കൂടുതൽ മാസം ഇത് എഞ്ചിൻ പണി വരാതെ ഓടാറുണ്ട്. അഥവാ എഞ്ചിൻ പണി വന്നാൽ തന്നെ അതിന്റെ ഈ ഓടിയുള്ള തേയ്മാനം അല്ലാതെ എഞ്ചിന്റെ ഓയിൽ കംപ്ലൈന്റ് കൊണ്ട് എഞ്ചിന് തകരാറ് സംഭവിക്കുന്നു. മാക്സിമം റാഡ്, പിന്നെ റിംഗ്, ഈ ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ മറ്റുള്ള ഓയിലിൽ കാർബണിന്റെ അളവ് കൂടുതലാണ്. കാർബണിന്റെ അളവ് കണ്ടന്റ് കൂടുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി സീസ് ആവും. ഈ റിങ്സിന്റെ ഇടയിൽ കരി കയറിയിട്ട് പെട്ടെന്ന് സീസ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിൽ വരുന്നില്ല. നോർമലി ഓടി ഉള്ള തേയ്മാനം മാത്രമേ എമാലൂബിന്റെ ഓയിലിൽ വരുന്നുള്ളൂ, ഓയിൽ വീത്തിയിട്ട് വരുന്നുള്ളൂ. പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഓയിൽ ഇപ്പം പുതിയതായിട്ട് ചോദിക്കണം, നിങ്ങൾ ഏത് ഓയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എമാലൂബാണ്. പിന്നെ ഒരല്പം വിലയിൽ കൂടുതലായതുകൊണ്ടാണ് ആൾക്കാർ ലാഭം നോക്കിയാണ് കുറഞ്ഞ ഓയിലുകൾ വാങ്ങിച്ചത്. പക്ഷെ ആ ലാഭം ഇവരെ പണിയിൽ നഷ്ടപ്പെടാനാണ് ചാൻസ്. കാരണം സാധാരണ ഒരു എമാലൂബ് വീത്തുന്ന ഒരു എഞ്ചിന് 1.5 വർഷം ഓടുമെങ്കിൽ ഇത് ഏകദേശം ഒരു 6-7 മാസമായത് ഈ കുറഞ്ഞ ഓയിലുകൾ വാങ്ങിച്ച് വീത്തിയ ഓടാറുണ്ട്. അപ്പോഴേ നോക്കുകയാണെങ്കിൽ നല്ല ഓയിൽ വാങ്ങിച്ച് വീത്തിയ കൂടുതൽ കാലം ഓടാൻ പറ്റും. വില അല്പം കൂടുതലാണ്. കാരണം നല്ല സാധനത്തിന് എപ്പോഴും വില കൂടുതലായിരിക്കും.